എന്തായി പോയ കാര്യം? ജയനെ രക്ഷിക്കാൻ കഴിയില്ലെന്ന് എസ് ഐ പറഞ്ഞുല്ലേ? അല്ല, രക്ഷിക്കാന്നാ പറഞ്ഞ. അതിന് നീ എന്തിനാ കരഞ്ഞേ? ഏട്ടനെ രക്ഷിക്കേണ്ടെന്ന് പറഞ്ഞു ഇറങ്ങി ഓടിയതിന്. എന്താ 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 മോളെ നീ പറയുന്നേ? അച്ഛനൊന്നും മനസ്സിലാകുന്നില്ല. ഏട്ടനെ രക്ഷിക്കാന്ന് പറഞ്ഞു ആ എസ് ഐ എന്റെ മാനം നശിപ്പിക്കാൻ ശ്രമിച്ചു. അയാളുടെ കർണത്തടിച്ച് ഞാൻ ഇറങ്ങി ഓടി. ഇല്ലച്ച, പാവങ്ങളെ ജീവിക്കാൻ ഇവിടെ ആരും അനുവദിക്കില്ല. അവസരം കിട്ടിയ നമ്മുടെയൊക്കെ ചോര കുടിക്കാൻ എല്ലാവർക്കും ഇഷ്ടം. സ്നേഹം എന്ന പേരിൽ അടുപ്പം കാണിക്കുന്നവരെ ആരെയും വിശ്വസിക്കാൻ വയ്യ. അച്ഛാ, 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 ഒന്നുമില്ല അച്ഛാ, ഒന്നുമില്ല അച്ഛാ, അച്ഛാ, അയ്യോ ഏട്ടാ, അയ്യോ ആരുമില്ലല്ലോ, എന്താ ചെയ്യാ അച്ഛാ? നമ്മുടെയൊക്കെ പ്രാർത്ഥന ഭഗവതി കേട്ടു. ബോധം തെളിയുന്നവരെ നെഞ്ചിൽ തീയായിരുന്നു. ഇതിനൊക്കെ എങ്ങനെയാ കുഞ്ഞെ നന്ദി പറയേണ്ടത് എനിക്കറിയില്ല. ഏയ്, എന്താ ഇത് കേശുമാമ? അങ്ങനെ നന്ദി പറയാനാണെങ്കിൽ ഇവളുടെ അപ്പൂപ്പനെ ജീവിതകാലം മുഴുവനും തള്ളക്കോഴി കുഞ്ഞിനെ ചിറകിനടിയിൽ കൊണ്ടു നടക്കുന്നത് പോലെ കേശുമാമൻ കൊണ്ടു നടക്കുന്നതിന് ഞങ്ങളൊക്കെ എത്രയായിരം നന്ദി പറയണം. എന്തായാലും ഓപ്പറേഷൻ സക്സസ് ആയല്ലോ, അത് തന്നെ വലിയ കാര്യം. എന്നിട്ടും സുധീഷിന് എന്താ ഒരു സന്തോഷമില്ലാത്ത? ഹേയ്, അമ്മയ്ക്ക് സുഖമായെന്ന് അറിഞ്ഞിട്ട് എനിക്ക് സന്തോഷമില്ലാണ്ടിരിക്കൂ? ഞാൻ എന്തൊക്കെയോ ഓർത്തിരുന്നു പോയി. ഇനിയിപ്പം കല്യാണ മുഹൂർത്തം വേഗം അങ്ങ് ഉറപ്പിക്കണം, അല്ലേ കുഞ്ഞെ? ഒക്കെ കേശുമാമിന് വിട്ടു തന്നിരിക്കാൻ ഞങ്ങള്. ഇവളുടെ അപ്പൂപ്പനോട് എന്താന്ന് വെച്ചാ തീരുമാനം പറഞ്ഞാ മതി. അല്ല, നീ എന്താ കുഞ്ഞെ ഒന്നും മിണ്ടാത്തത്? അഭിപ്രായങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ ഇപ്പം പറയണം. ഏയ്, ഒന്നുമില്ല മാമ, എല്ലാവരുടെയും ഇഷ്ടം പോലെ. എന്നെ ഇത്രയും നാളും മാഡം എന്ന് വിളിച്ചെന്റെ ചമ്മലാണെന്ന് തോന്നുന്നു. ഞാൻ സുധീഷ് ഏട്ടാന്ന് വിളിച്ചാൽ ചമ്മല് തീരുമോ? അത് തന്നെ അതിനുള്ള മറുമരുന്ന്. എനിക്കൊരു ചമ്മലുമില്ല വീണ. ബന്ധങ്ങൾ മാറി മറിഞ്ഞു വരുന്നത് ജീവിതത്തിൽ സാധാരണയല്ലേ? ദേ, സുധീഷ് ഏട്ടൻ വലിയ ഫിലോസഫി പറയുന്നു. ഇനി ഞങ്ങള് താമസിപ്പിക്കുന്നില്ല, ഇറങ്ങാം. സുധീഷേ, ഇടയ്ക്ക് ഞങ്ങളുടെ വീട്ടിലും നീരേറ്റിലും ഒക്കെ വരണം. അതിന് കല്യാണം കഴിയണമെന്നില്ല. മാമോളെ, ശരി. എന്തായാലും കാര്യങ്ങളൊക്കെ മംഗളമായി. പിന്നെ ഒരു വിശേഷമുണ്ട്. ആ വർഷയുടെ അച്ഛൻ മരിച്ചു. ആ അധ്യായം അടഞ്ഞു എന്ന് അങ്ങോട്ട് കരുതിക്കോ. ഇനി ആ ഭാഗത്തേക്ക് നിന്റെ ചിന്ത പോണ്ട. കേശുമാമ, അത് ആ മരിച്ച വീട്ടിലൊന്നും കയറിയില്ലെങ്കിൽ? മിണ്ടരുത് നീ. ഇതെങ്ങാനും വീണക്കുഞ്ഞറിഞ്ഞ അത് മതി പുകലിന്. മരിച്ച വീട്ടിൽ ഞാൻ പൊയ്ക്കോളാം, അവിടെ നിന്റെ ദേഹണം വേണ്ട. എന്റെ അനിയത്തിയോട് രണ്ടു വാക്ക് സംസാരിച്ചോട്ടെ ഞാൻ. അതിനെന്താ, സംസാരിച്ചോ. വിലങ്ങും കൊണ്ട് സംസാരിച്ചാ മതി. താൻ ഓടി രക്ഷപ്പെട്ട എന്റെ കുടുംബം കൂട്ടിച്ചോറാവും. മോളെ,
ജന്മം കൊണ്ട് ആർക്കും ഒരു സന്തോഷം കൊടുക്കാൻ ഏട്ടന് കഴിഞ്ഞില്ല. അച്ഛൻ്റെ ആശകളൊന്നും നടന്നില്ല മോളെ. നിന്നെ എഞ്ചിനീയർ ആക്കാനും ഏട്ടന് കഴിഞ്ഞില്ല. അച്ഛന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റാത്തതിലും അല്ല ഏട്ടന് സങ്കടം. ഈ കത്തണ തീ പോലെ ഇപ്പോ നീയാ മോളെ ഏട്ടന്റെ നെഞ്ചിലിരുന്ന് കത്തണത്. ഏട്ടനിനി പുറം ലോകം കാണില്ലേ? നമ്മളെ വീടും ആ പലിശക്കാര് കൊണ്ടുപോകും. നിനക്കിനി എന്താ മോളെ ഒരു ഗതി? ഞാൻ ജീവിക്കേട്ടാ. ഏട്ടന്റെ കയ്യിൽ നിന്ന് പണം തട്ടിപ്പറിച്ചവരെ എന്തെങ്കിലും ഞാൻ കണ്ടെത്തും. നമ്മുടെ അച്ഛന്റെ മരണത്തിന് കാരണക്കാരനായവൻ, ഏട്ടനെ ജയിലിലാക്കിയവൻ, എന്റെ സ്വപ്നങ്ങളെ തകർത്തവൻ, അവനെ കണ്ടെത്താൻ എങ്ങനെയെങ്കിലും ഞാൻ ജീവിക്കുവേട്ടാ. ആ ചങ്കുറപ്പുണ്ട് എനിക്ക്. അല്ലെങ്കിൽ അച്ഛൻ പോയ വഴിയെ പോകാൻ ഒരു പേടിയില്ല എനിക്ക്. മോളെ പോകാം, സമയമായി. റിലാക്സ് മിസ്റ്റർ ജി കെ മേനോൻ. അധികം ടെൻഷൻ അടിച്ചാൽ അടുത്ത ബെഡിൽ കിടന്ന് മേനോനെയും ചികിത്സിക്കേണ്ടി വരും. സീരിയസ് ആണ് ഡോക്ടർ. അതൊക്കെ പറയാം. ആരാ ഈ കുട്ടി? അറിയില്ല. എൻ്റെ കാറ് തട്ടിയതാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അത് പറഞ്ഞു. വല്ല ബാഗോ മറ്റോ ഉണ്ടായിരുന്നോ ഈ കുട്ടിയുടെ കയ്യിൽ ഐഡന്റിഫിക്കേഷന്? ഇല്ല. എന്ന് വെച്ചാൽ ആ പരിസരത്ത് അങ്ങനെയൊന്നും കണ്ടില്ല. ആക്സിഡന്റ് നടന്നപ്പോൾ ഞാൻ ചെറിയൊരു മയക്കത്തിലായിരുന്നു. ഐ തിങ്ക് ഷീസ് നോട്ട് മാരീഡ്. താലിയോ റിങ്ങോ ഒന്നും കാണാനില്ല. സീരിയസ് ആണോ അല്ലയോ എന്ന് ഡോക്ടർ പറഞ്ഞില്ല. ഹെഡ് ഇഞ്ചുറി സീരിയസ് ഒന്നുമല്ല. ബോധം തെളിയാത്തതുകൊണ്ട് ചെറിയൊരു സംശയം. എന്തായാലും നാളെ സ്കാൻ ചെയ്ത് നോക്കിയാലേ ഇന്റേണൽ ഹെമറേജ് വല്ലതും സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റൂ. എനിവേ വി ഹാവ് ടു വെയിറ്റ് 48 hours. പോലീസിൽ അറിയിക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യാം. ആ സിസ്റ്റർ, ഡോക്ടർ
ടാബ്ലറ്റ്സ് എടുക്കൂ, ടാബ്ലറ്റ്സ് എടുക്കൂ, പെട്ടെന്ന്. കൂൾ ഡൗൺ, കൂൾ ഡൗൺ, റിലാക്സ്, റിലാക്സ്. പെട്ടെന്ന് കൊടുക്കൂ. റിലാക്സ് മിസ്റ്റർ മേനോൻ. പോലീസിൽ അറിയിക്കുന്നു എന്ന് വെച്ച് ഈ കുട്ടി മരിച്ചു പോകും എന്നല്ല അർത്ഥം. അനോണിമസ് ആവുമ്പോൾ ഇറ്റ്സ് എ റെഗുലർ പ്രൊസീജിയർ. പക്ഷേ ഡോക്ടർ, തൽക്കാലം പോലീസിൽ അറിയിക്കരുത്. നാളെ രാവിലെ തന്നെ ഈ കുട്ടിയുടെ വേറെ ബോട്ട്സ് ഞാൻ കണ്ടുപിടിച്ചോളാം. ഓക്കെ ഓക്കെ, യു ആർ ടെൻസ്. പേടിക്കണ്ടെന്ന് പറഞ്ഞില്ലേ, ഒക്കെ ഞാൻ നോക്കിക്കോളാം. ഞാനെന്താ മോളെ അല്ല അമ്മൂനെ വിളിച്ചിട്ട് വരാം. അതെ, അറിയാലോ, വായി വരുന്ന ഈ മോളെ വിളിയുണ്ടല്ലോ, അത് വേണ്ട. വിളിക്കാൻ നല്ല നല്ല പേരുകൾ ഇഷ്ടം പോലെ ഞാൻ പറഞ്ഞുതരാം. എന്താ പറഞ്ഞു തരട്ടെ? ഇതാണ് നിന്റെ സമീപനമെങ്കിൽ ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, വിളിക്കുന്നുമില്ല. എന്റെ കൺമുന്നിലിട്ട് അവളെ കഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. വേണ്ട, അങ്ങനെ ഒരു ഉദ്ദേശം എന്റെ മനസ്സിലില്ല. ഞാനൊരു സൗജന്യം കാട്ടുന്നു വെച്ച് അവളെ പിടിച്ച് മടിയിൽ ഇരുത്താതിരിക്കാനാ ഞാൻ ഇത്രയും പറഞ്ഞത്. അമലിന്റെ സ്വഭാവം അറിയാലോ. അവന്റെ അച്ഛൻ വേറൊരു കുട്ടിയോട് സ്നേഹം കാട്ടുന്നത് അവന് ഇഷ്ടമല്ല. ഞാൻ അമ്മക്കുട്ടിയോട് സ്നേഹം കാട്ടരുത്, അത്രയല്ലേ ഉള്ളൂ. ആ, അത്ര തന്നെ. അങ്ങനെയാണെങ്കിൽ നിനക്ക് അവളോട് സ്നേഹം കാട്ടാലോ. അതിനമലെതിരൊന്നും പറയത്തില്ല. ആയിക്കോട്ടെ, ഇഷ്ടം പോലെ സ്നേഹം സ്റ്റോക്ക് ഉണ്ട് എന്റെ കയ്യില്. ആവശ്യത്തിന് അവള് തന്നെ അങ്ങ് വാരി എടുത്തോട്ടെ, എനിക്കൊരു വിരോധം ഇല്ല. സ്നേഹം കൊടുക്കാനുള്ളതാണ് അഞ്ജു, അല്ലാതെ എടുക്കാനുള്ളതല്ല. ഞാൻ അമ്മക്കുട്ടി ഇങ്ങ് വിളിക്കണോ വേണ്ടയോ? അത് നീ ഉറപ്പിച്ച് പറ. ഓ, ഈ പ്രദീപേട്ടന് തമാശ പറഞ്ഞാലും മനസ്സിലാവില്ല. അവളെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യല്ലേ രാവിലെ തൊട്ട് നമ്മൾ പറയുന്നേ. ചെല്ല്. ആ, പിന്നെ ആ കാശ് വാങ്ങിക്കാൻ മറക്കണ്ട, കടക്കാര് ക്യൂ നിൽക്കുക. ഞാൻ പോയിട്ട് വരാം. അതെ, ഞാനൊരു കാര്യം ചോദിക്കാൻ വിചാരിച്ചിട്ട് മറന്നു. മൈനറായ മകളുടെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാനുള്ള അവകാശം അച്ഛനല്ലേ? അങ്ങനെ ഒരു നിയമം ഉണ്ടല്ലോ. നിയമമുണ്ട്, അതിന്റെ സ്വത്ത് മക്കളുടെ പേരിൽ തന്നെ ഇരിക്കണം. ഇതെല്ലാം സോനയുടെ പേരിൽ ഇരിക്കല്ലേ? അതെങ്ങനെയാ ശരിയാവുന്നേ? അപ്പോ അമ്മുക്കുട്ടി എങ്ങനെ ജീവിക്കും? ആ സ്വത്തുക്കളിൽ കമ്പനി ഉണ്ടെന്നല്ലേ പ്രദീപേട്ടൻ പറയുന്നേ. അതിലെ ആദായമൊക്കെ ഇപ്പൊ ആരാ എടുക്കുന്നേ? അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിയില്ല അഞ്ജു. അതൊക്കെ ചോദിക്കണ്ടേ? പിന്നെ അമ്മുക്കുട്ടി അവളുടെ നിലയ്ക്കൊത്ത് വളർത്തണമെങ്കിൽ ആ സ്വത്തുക്കളൊക്കെ പ്രദീപേട്ടൻ തന്നെ നോക്കി നടത്തണം. അതൊന്നും ഇപ്പൊ പറയാൻ പറ്റത്തില്ല. അല്ല, സൂചിപ്പിച്ചാ മതി. അവൾക്ക് വേണ്ടിയിട്ട് തന്നെയല്ലേ. അല്ലാതെ അവളെ രാജകുമാരി പോലെ വളർത്താൻ നമ്മുടെ കയ്യിൽ എവിടുന്ന് പണം? നോക്കട്ടെ.